അങ്ങനെ വെയിലത്ത് നിന്ന് പണിയെടുത്ത് കുഴഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് രേവതിയുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ തങ്കം മിസ്സും വന്നായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരാൾ മെസ്സിന്ന് വന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാപ്പൊക്കെ എടുക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനെ കൊണ്ടൊക്കെ പോയി. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹാപ്പി ബർത്ത്ഡേക്ക് പകരം മെറി ക്രിസ്മസിൻ്റെ കാർഡായിരുന്നു അതിനകത്ത് വെച്ചിരുന്നെന്നുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ചായ ഉഴുന്നോടെയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അടുക്കളയിലോട്ടായിരുന്നു. അപ്പോൾ വിൻസാറും ഹയർനിസ മിസ്സും അവിടെ ഉണ്ടായിരുന്നു. നൈറ്റിലെ ഞങ്ങളുടെ ഫുഡ് സ്പോൺസർ ചെയ്തിരുന്നത് മിസ്സും സാറും ആയിരുന്നു. അപ്പോൾ കപ്പയും മീൻകറിയായിരുന്നു. മിസ്സിൻ്റെ വീട്ടിൽ നിന്ന് കപ്പയൊക്കെ കൊണ്ടുവന്നു. സാറാണെന്നുണ്ടെങ്കിൽ ചൂരയും മേടിച്ച്. കപ്പ പൊളിക്കാനൊക്കെ സാറും മിസ്സും കൂടെ ഒക്കെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കിനും മെസ്സ് അങ്ങോട്ട് ഉണർന്നു. പിന്നെ ഓരോ തമാശയൊക്കെ പറഞ്ഞിരുന്ന് പെട്ടെന്നാണ് കപ്പ പൊളിക്കലൊക്കെ കഴിഞ്ഞ. ക്യാമ്പിലുണ്ടായ ഒരു വലിയ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു സൊല്യൂഷനും കൂടെ ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നമെന്നും എന്താണ് സൊല്യൂഷനെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഒരു സൈഡിൽ കപ്പ പൊളിക്കൽ കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊരു സൈഡിൽ മീൻകറി റെഡി ആയായിരുന്നു. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ സീ യു.